പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന ചില അമലുകൾ, ചില പ്രവർത്തനങ്ങൾ നന്മയാണ് എന്ന് കരുതിയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാകുക. പക്ഷേ അത് നന്മയാകണമെന്നില്ല. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉക്കും ബിൽ അഖ്സരീന അഅമാല. അമലുകളിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അല്ലദീന ലല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുന്യ. ദുന്യാവിലെ പരിശ്രമങ്ങളൊക്കെ മാഞ്ഞു പോയവരാണ്. നന്മയുടെ പുസ്തകത്തിൽ ദുനിയാവിൽ ഓടി നടന്നതൊന്നും കാണാത്തവരാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. അവർ നന്മയാണ്, മികച്ച പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ കരുതിയിട്ട് അവർ വളരെ കഠിനാധ്വാനത്തോടെ ചെയ്ത കാര്യങ്ങൾ അവരങ്ങനെ കരുതി ചെയ്തതാണ്. പക്ഷേ അതൊന്നും നന്മയുടെ പുസ്തകത്തിൽ കാണുന്നില്ല. അങ്ങനത്തെ ആളുകളാണ് അമലിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചിലപ്പോൾ പിശാച് അവർക്ക് ഭംഗിയായിട്ട് തോന്നിപ്പിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, പിശാച് നന്മയായിട്ട് പലതും തോന്നിപ്പിക്കും. ചിലപ്പോൾ അള്ളാഹു നിഷിദ്ധമായ കാര്യം തന്നെ പിശാച് അവർക്ക് അനുവദനീയമാക്കി തോന്നിപ്പിക്കും. ഫയുഹില്ലു മഹറമല്ല സുയ്യിന ലഹും സൂഉ അഅമാലിഹിം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. പിശാച് അവർക്ക് ഭംഗിയായിട്ട് തിന്മകളെ തോന്നിപ്പിച്ചു. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വസയ്യന ലഹുമു ഷെയ്ത്വാനു അഅമാലഹും. ഷെയ്ത്താൻ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ ഭംഗിയായിട്ട് തോന്നിപ്പിച്ചു. ഫസ്വദ്ദഹും അനിസ്സബീലി. അവരെ വഴിയിൽ നിന്ന് തടഞ്ഞു. ഫഹും ലാ യഹ്തദൂൻ. അങ്ങനെ അവർ സന്മാർഗികളാകാതെ ആകുന്നു. ഇങ്ങനെ പിശാച് കർമ്മങ്ങളെ ഭംഗിയായിട്ട് തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത്. ചിലപ്പോൾ വലിയ വീഴ്ചയ്ക്ക് കാരണമാകുന്ന പ്രകടനപരതയും കിബറുമൊക്കെ പിശാച് നമുക്ക് ഭംഗിയായിട്ട് തോന്നിപ്പിക്കും. അങ്ങനെയാണ് ഇക്കാലത്ത് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മെ പറഞ്ഞ് പ്രേരിപ്പിക്കും. പിശാചിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭംഗിയായിട്ട് തോന്നിപ്പിക്കാൻ കഴിയുന്നത്? ആരുടെ അടുത്താണ് പിശാച് ഭംഗിയായിട്ട് ഇത് തോന്നിപ്പിക്കുന്നത്? അള്ളാഹു പറയുന്നത്, ഇന്നഹു ലൈസലഹു സുൽത്താനുൻ അലല്ലദീന ആമനു. അള്ളാഹുവിൽ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ മേൽ പിശാചിന് യാതൊരു അധികാരവുമില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹുവിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവനിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളുടെ മേൽ പിശാചിന് യാതൊരു അധികാരവുമില്ല. പിന്നെ അവൻ അധികാരമുള്ളത് ആരുടെ മേലാണ്? ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു. അവനുമായിട്ട് ചങ്ങാതത്തിലായ, അവനെ രക്ഷാധികാരിയാക്കിയ ആളുകളുടെ മേലാണ് അവൻ്റെ അധികാരം. അവൻ പറയുന്നതിനൊക്കെ ചെവി കൊടുക്കുന്ന, അവൻ്റെ വാഗ്ദാനങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന, അവൻ ചിലപ്പോൾ തരുന്ന വാണിങ്ങിനൊക്കെ അനുസരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാതെ പിന്മാറുന്ന ആളുകൾ. അവൻ ചിലപ്പോൾ ചെലവഴിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ദാരിദ്ര്യഭയം ഉണ്ടാക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് പിശാചിൻ്റെ വാക്ക് കേട്ട് ചെലവഴിക്കാതിരിക്കുക. ചിലപ്പോൾ 50,000 രൂപ കടം കൊടുക്കാനുള്ള ആൾ കയ്യിൽ 60-70 വരുമ്പോൾ, കൊടുക്കാൻ തുടങ്ങുമ്പോൾ 50 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോട്ടടിക്കും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ വിസ്മരിച്ചുകൊണ്ട്, അള്ളാഹു ഇൻഫാക്കിനെക്കുറിച്ച് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാകും. ചിലവഴിച്ചു കഴിഞ്ഞാൽ എത്ര ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിട്ട് ചുരുങ്ങും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു റസൂലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ചിലപ്പോൾ ചിലവഴിക്കാൻ തുടങ്ങുമ്പോൾ പിശാചിൻ്റെ ചില വാണിംഗ് ആയിരിക്കും നമ്മുടെ പിന്മാറ്റത്തിന് കാരണമാകുന്നത്. അതൊക്കെ പിശാചിനെ രക്ഷാധികാരിയാക്കലാണ്. ഇങ്ങനെ പിശാചിനെ രക്ഷാധികാരിയാക്കിയ ആളുകളുടെ മേൽ അവൻ്റെ അധികാരമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അത്തരം ആളുകൾക്ക് അവൻ ചിലപ്പോൾ നല്ലതല്ലാത്ത കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നിപ്പിക്കും. അങ്ങനെ അവർ നന്മയാണെന്ന് കരുതിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം പരലോകത്ത് നന്മയുടെ പുസ്തകത്തിൽ അതൊന്നും അവർക്ക് നന്മയായിട്ട് കാണാനും കഴിയില്ല. അള്ളാഹു അത്തരം ദുരന്തത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.